അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നിലക്കടല എല്ലാം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ കൈകൊണ്ട് തൊലിച്ച് നോക്കുന്ന സമയത്ത് തൊലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ കടായിൽ തന്നെ ഒരു 1/4 കപ്പ് പൊട്ടുകടലയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടുകടലയുടെ നിറമൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത ഉണങ്ങിയ തേങ്ങയാണ്. കൊപ്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുക്കുക. എന്നിട്ട് ഒന്ന് വെള്ളമയം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കൊപ്രയാകുമ്പോൾ നമുക്ക് ഒരുപാട് നാള് കേടുകൂടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈർപ്പമയം ഇല്ലാത്ത ഇതുപോലത്തെ ഉണങ്ങിയ തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഒക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഈർപ്പൊക്കെ മാറി കിട്ടണം, നല്ലോണം ഡ്രൈ ആവണം. അതുപോലെ തന്നെ ചിരകിയ തേങ്ങയ്ക്ക് പകരമായിട്ട് ഡെസിക്കലറ്റ് കോക്കനട്ട് എടുത്താലും മതി. കൊപ്ര ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റോസ്റ്റായി കിട്ടും. അപ്പോൾ കൊപ്ര ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ കടായിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 20 വറ്റൽ മുളകാണ് എടുക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ 15 എണ്ണം എടുത്താൽ മതിയാവും. എരിവുള്ള വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി വറ്റൽ മുളകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ വറ്റൽ മുളക് ആയതുകൊണ്ട് ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽ മുളകിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറുന്നവരെ 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വറ്റൽ മുളകിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെ 10 വെളുത്തുള്ളി അല്ലികൾ ആ തൊലിയോടുകൂടി കഴുകി വൃത്തിയാക്കിയിട്ട് തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെളുത്തുള്ളി അല്ലികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 എണ്ണം എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. വെളുത്തുള്ളി അല്ലികൾ തൊലി മാറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ തൊലിയോടുകൂടി എടുത്തതേ ഉള്ളൂ. കഴുകി വൃത്തിയാക്കി കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചിയുടെ ഉള്ള മയമൊക്കെ മാറി കിട്ടണം. 3 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കറിവേപ്പില, അതും കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ഒന്നുമില്ലാതെ എടുത്തിട്ടുള്ളതാണ്. ഉണക്കി എടുത്തിട്ടുള്ളതാണ്, വെയിലത്ത് വെച്ചിട്ടല്ല. സാധാരണ ഫാനിൻ്റെ കീഴിൽ ഉണക്കി എടുത്തിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലോണം കറിവേപ്പില മൊരിഞ്ഞ് വരണം. അപ്പോൾ കറിവേപ്പില എല്ലാം നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ടൊന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വരും. അത്രയും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലതുപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ചൂട് മാറാൻ വേണ്ടിയിട്ട്. ഇനി അതേ കടായിൽ തന്നെ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി വേറെ പ്രത്യേകിച്ച് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെ നിറമൊക്കെ മാറി ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് തോടുള്ള ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയം 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടായിൽ തന്നെ ചെറിയ കഷ്ണം പുളി, ഒരു നെല്ലിക്കാൻ വലുപ്പത്തിൽ, ചെറിയൊരു നെല്ലിക്കാൻ വലുപ്പത്തിലുള്ള പുളി ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം.
2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്നും ഒഴിക്കാതെയാണ് പുളി ചൂടാക്കി എടുക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതാ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം ചൂട് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ചൂട് ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ ആവശ്യം നമ്മൾ പൊടിച്ചു നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ചൂട് മാറണേ. ചൂട് മാറിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ടിട്ട്, ഈർപ്പൊന്നും ഇല്ലാത്ത ജാറിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൽ നിലക്കടല ചേർത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയം ഇതിൽ നിന്നും എണ്ണ ഇറങ്ങി വരും. അതുകൊണ്ട് പൾസ് മോഡിലിട്ടിട്ട് നിർത്തി വേണം ഇതൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൾസ് മോഡിലിട്ടിട്ട് നിർത്തി പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വീണ്ടും ഒരു കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരണം. അപ്പോൾ അതാ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 5-6 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചത് ചേർക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം വെച്ച് കൊടുക്കുക. അപ്പോൾ മുളകെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ ഒഴിക്കരുത്, പിന്നെ കട്ടയായിട്ട് മാറിപ്പോവും. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചട്നി പൗഡർ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറിയിട്ട് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഈ ഒരു സമയം ഇതിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് അളവിലുള്ള ഉപ്പാണ്, അതുകൊണ്ട് ഉപ്പൊന്നും വേറെ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചട്നി പൗഡർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കടകളിൽ നിന്നും തട്ടുദോശയ്ക്കൊക്കെ കിട്ടുന്ന ചട്നി ഉണ്ടല്ലോ, ആ ലൂസ് പോലെ ഇരിക്കുന്ന ആ ഒരു ചട്നിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചട്നി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൽ നിന്നും ഒരു 3 ടീസ്പൂൺ ചട്നി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ചട്നി പൗഡർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം പാകത്തിന് കറക്റ്റാണ്. നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. നല്ല ടേസ്റ്റാണ്. എരിവെല്ലാം പാകത്തിന് കറക്റ്റാണ്. അപ്പോൾ ഓഫീസിൽ പോകുന്ന സമയത്തും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തും ഒക്കെ സമയമില്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചമ്മന്തിപ്പൊടി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ചമ്മന്തിപ്പൊടിയുടെ മിക്സ് എടുക്കുക, ഒന്ന് കലക്കി എടുക്കുക, കറി റെഡിയായി. പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എന്തായാലും ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുത്ത ചമ്മന്തിപ്പൊടി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്